ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ഭയവും ഒപ്പം വലിയൊരു പ്രത്യാശയും നൽകുന്ന ഒരു വലിയ സത്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്നവരാണല്ലോ. പള്ളിയിൽ നിങ്ങളുടെ സ്ഥിരം സീറ്റിലിരുന്ന് കുർബാന കൂടുമ്പോൾ നിങ്ങളവിടെ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളെ തന്നെ നോക്കി കൊടിയ പകയോടെ നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ ചില ശക്തികളുണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, പള്ളിക്കുള്ളിൽ വിശുദ്ധരും മാലാഖമാരും മാത്രമല്ല ഉള്ളത്. നമ്മെ തകർക്കാൻ തക്കം പാത്തു നിൽക്കുന്ന പിശാചുമുണ്ട്. നിങ്ങളുടെ ഭൗതികമായ കണ്ണുകൾ തുറക്കപ്പെട്ട് കുർബാനയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അൾത്താരയ്ക്ക് ചുറ്റും വിറച്ചു നിൽക്കുന്ന അന്ധകാര ശക്തികളെ കണ്ട് നിങ്ങൾ ഭയന്നു പോകുമായിരുന്നു. കാരണം വിശുദ്ധ കുർബാന എന്നത് വെറുമൊരു പ്രാർത്ഥനയല്ല, അതൊരു ഭയാനകമായ ആത്മീയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പിശാച് ഈശോയെ മാത്രമല്ല ഭയക്കുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം എന്താണെന്നോ? കുർബാനയ്ക്കിടയിൽ പിശാച് അവിടുത്തെ ബലിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെയും ഭയന്നു വിറയ്ക്കുന്ന ഒരു പ്രത്യേക നിമിഷമുണ്ട്. നിങ്ങളെ നോക്കി പിശാച് ഭയന്നോടുന്ന ആ ഒരു നിമിഷം ഏതാണെന്നും അവിടെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നും ആണ് അടുത്ത 10 മിനിറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കുർബാന അനുഭവം പൂർണ്ണമായും മാറും. വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ കാണുക. ഈ വലിയ ആത്മീയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളിൽ നിന്നും സകലവിധ തിന്മകളിൽ നിന്നും തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും ഈശോയുടെ തിരുരക്തം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: ഈശോയുടെ തിരുരക്തത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് സംരക്ഷിക്കണമേ. നിങ്ങളുടെ ഈ ഒരു വരി പ്രാർത്ഥന പിശാചിനെതിരെയുള്ള വലിയൊരു ആത്മീയ കോട്ടയായി നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ. ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അന്ധകാര ശക്തികൾ എന്തിനാണ് പള്ളിക്കുള്ളിൽ വരുന്നത് എന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയിൽ ഈശോ ഇറങ്ങി വരുന്നതിനെയോ വൈദികൻ പ്രാർത്ഥിക്കുന്നതിനെയോ തടഞ്ഞു നിർത്താൻ പിശാചിന് ഒരിക്കലും കഴിയില്ല. അതിനുള്ള ശക്തി അവനില്ല. അതുകൊണ്ട് കുർബാനയുടെ ആ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ നിങ്ങളെ വഴിതെറ്റിക്കുക എന്നതാണ് അവൻ്റെ ഒരേ ഒരു ലക്ഷ്യം. ബൈബിളിൽ 1 പത്രോസ് 5:7 മുതലുള്ള വാക്യങ്ങൾ: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പള്ളിയിൽ കയറുന്നതിന് മുമ്പ് വരെ വളരെ ആക്റ്റീവായിരുന്ന നിങ്ങൾക്ക് പള്ളിയിൽ കയറി വായനകൾ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരുന്നത് പോലെയും ക്ഷീണം വരുന്നത് പോലെയും തോന്നുന്നത് എന്തുകൊണ്ടാണ്? എത്ര ശ്രമിച്ചിട്ടും ശ്രദ്ധിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ ചിന്തകൾ വരും. മറ്റുള്ളവരോടുള്ള പകയും ദേഷ്യവും, അല്ലെങ്കിൽ ലൗകികമായ കാഴ്ചകൾ, അല്ലെങ്കിൽ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഇവയെല്ലാം നിങ്ങൾ സ്വന്തമായി ചിന്തിക്കുന്നതാണെന്ന് കരുതിയോ? അല്ല, ഇതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് അവൻ നിങ്ങളുടെ കാതിൽ മന്ത്രിക്കുന്നതാണ്. ആ ആൾത്താരയിൽ സ്വർഗം ഇറങ്ങി വരുന്ന ആ വലിയ അത്ഭുതത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും കുർബാനയുടെ അനുഗ്രഹം നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കാനും അവനൊരുക്കുന്ന വലയാണിത്. പക്ഷേ ഓർക്കുക, അവനൊരു പരിധിയുണ്ട്. കുർബാനയുടെ ഒരു പ്രത്യേക നിമിഷമെത്തുമ്പോൾ നിങ്ങളെ വിഴുങ്ങാൻ വന്ന ഈ അലറുന്ന സിംഹം പെട്ടെന്ന് പേടിച്ചരണ്ട ഒരു നായയെപ്പോലെ പിന്മാറും. രണ്ടാമത്തെ കാര്യം, അതാണ് നമ്മൾ കാത്തിരുന്ന ആ വലിയ ഉത്തരം. കുർബാനയിലെ ഏത് നിമിഷത്തിലാണ് പിശാച് നിങ്ങളെ നോക്കി ഭയപ്പെടുന്നത്? കുർബാനയിൽ വൈദികൻ തിരുവോസ്തി ഉയർത്തുമ്പോൾ പിശാച് ഭയപ്പെടും. കാരണം അതവനെ തോൽപ്പിച്ച ദൈവമാണ്. എന്നാൽ അവൻ നിങ്ങളെ നോക്കി ഭയക്കുന്നത് കുർബാനയുടെ അവസാന ഭാഗത്ത് നിങ്ങൾ വരിവരിയായി അൾത്താരയ്ക്ക് മുൻപിൽ ചെന്ന് ദിവ്യകാരുണ്യം നാവിലേക്ക് സ്വീകരിച്ച് തിരികെ നടക്കുന്ന ആ നിമിഷത്തിലാണ്. അത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിച്ച് തിരികെ സീറ്റിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങളെ നോക്കി നിൽക്കുന്ന പിശാച് കാണുന്നത് വെറുമൊരു സാധാരണ മനുഷ്യനെയല്ല,
മറിച്ച് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, തന്നെ എന്നേക്കുമായി പരാജയപ്പെടുത്തിയ ജീവനുള്ള ദൈവത്തെ സ്വന്തം നെഞ്ചിലേറ്റി നടന്നു വരുന്ന ഒരു ജീവിക്കുന്ന സക്രാരിയെയാണ്. മാതാവ് ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടന്നപ്പോൾ പിശാച് മാതാവിനെ നോക്കി ഭയന്നതുപോലെ ആ നിമിഷം നിങ്ങളും മാതാവിനെ പോലെ ഈശോയെ ഉള്ളിൽ വഹിക്കുകയാണ്. 1 യോഹന്നാൻ 4:4 പറയുന്നത്, ആ വലിയ സത്യം അന്ധകാര ശക്തികൾ ആ നിമിഷം കാണുകയാണ്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ സിരകളിലൂടെ സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം ഒഴുകാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ മുഖത്ത് ക്രിസ്തുവിൻ്റെ പ്രകാശം തെളിയുമ്പോൾ, നരകത്തിലെ സകല പിശാചുക്കളും നിങ്ങളെ നോക്കി ഭയന്നു വിറയ്ക്കും. കാരണം അപ്പോൾ നിങ്ങൾ വെറുമൊരു മനുഷ്യനല്ല, നിങ്ങൾ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് നാം മടങ്ങുന്നത് പിശാചുക്കൾക്ക് ഭയം ജനിപ്പിക്കുന്ന, അഗ്നി ശ്വസിക്കുന്ന സിംഹങ്ങളെ പോലെയാണ്. കേട്ടോ സഹോദരങ്ങളെ, അഗ്നി ശ്വസിക്കുന്ന സിംഹങ്ങൾ, അലറുന്ന സിംഹമായി നിങ്ങളെ വിഴുങ്ങാൻ വന്ന പിശാച്. നിങ്ങൾ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കണ്ട് ഭയന്നോടും. പഴയ നിയമത്തിൽ ഇസ്രായേലുകാരുടെ വീടിൻ്റെ കട്ടളവാതിൽക്കൽ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ സംഹാരദൂതൻ ആ വീടുകളെ തൊടാതെ കടന്നുപോയി എന്ന് പുറപ്പാട് പുസ്തകം 12:23 പറയുന്നുണ്ട്. എങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ചുണ്ടുകളിലും ഹൃദയത്തിലും പുരട്ടി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിങ്ങളെ തൊടാൻ ഒരു പിശാചിനും കഴിയില്ല. നിങ്ങളുടെ കുടുംബത്തിനു നേരെ വരുന്ന സകല അന്ധകാര ശക്തികളെയും ദഹിപ്പിച്ചു കളയാൻ തക്ക ശക്തിയുള്ള ഒരു സിംഹമായി ആ നിമിഷത്തിൽ നിങ്ങൾ മാറിയിട്ടുണ്ടാകും. 4-മതായി പറയുന്നത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. പിശാച് നിങ്ങളെ ഭയക്കണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. നിങ്ങൾ യോഗ്യതയോടെ വേണം കുർബാന സ്വീകരിക്കാൻ. മറ്റുള്ളവരോട് പിണക്കമോ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തന്നെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ പാപവിചാരത്തോടെ കുർബാന സ്വീകരിച്ചാൽ എന്തു സംഭവിക്കും? ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സഹോദരങ്ങളെ, അന്ത്യത്താഴ സമയത്ത് അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ച യൂദാസിനെ എന്ത് സംഭവിച്ചു എന്ന് യോഹന്നാൻ 13:27 പറയുന്നുണ്ട്. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അതെ, നിങ്ങളുടെ ഉള്ളിൽ പാപവും വെറുപ്പും വെച്ചുകൊണ്ട് നിങ്ങൾ തിരുവോസ്തി സ്വീകരിച്ചാൽ പിശാച് നിങ്ങളെ നോക്കി ഭയക്കില്ല. മറിച്ച് അവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ജീവൻ നൽകേണ്ട മരുന്ന് വിഷമായി മാറുന്നത് പോലെയാണ്. അതുകൊണ്ട് മനസ്സിൽ ആരോടെങ്കിലും കടുത്ത വെറുപ്പുണ്ടെങ്കിൽ അത് മാറ്റാതെ കുർബാന സ്വീകരിക്കരുത്. ദൈവത്തോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പൂർണ്ണമായ ഒരുക്കത്തോടെ മനസ്സിലെ പകയെല്ലാം കളഞ്ഞ് സ്നേഹത്തോടെ മാത്രം കുർബാന സ്വീകരിക്കുക. ആ ജീവൻ്റെ അപ്പം സ്വീകരിക്കുക. ഇനി നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഓർക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ യുദ്ധത്തിലാണ്. അശ്രദ്ധമായിരിക്കാതെ ഈശോയുടെ മുഖത്ത് നോക്കി പിശാചിനെ തോൽപ്പിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.